Hello dear friends, this is a railway model staff nurse examination conducted on 8/2/2015. So 2015 നടന്ന റെയിൽവേയുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. So all these nursing questions are basic questions. You can expect some more tough questions in coming railway and ESIC examination. This is a model of railway and ESIC. ESIC exam also can ask in this model. അപ്പോൾ ഈ ഒരു മോഡൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ നഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് അരിത്മെറ്റിക്സ്, റീസണിങ് ആൻഡ് GK ഓൾസോ ഇൻക്ലൂഡഡ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് റെയിൽവേയുടെ എക്സാം അല്ലെങ്കിൽ ESICയുടെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഒരു കാര്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം ഇതിനകത്ത് കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. 2015 നടന്ന എക്സാം ആണ്. അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിന് കുറച്ചുകൂടെ ടഫ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം. ഇപ്പൊ ഡ്യൂറേഷൻ ഓഫ് ദ എക്സാം ഈസ് 1.5 hours 90 minutes ആണ്. അപ്പൊ ഇനിയുള്ള എക്സാമിനും ഡ്യൂറേഷൻ ഒക്കെ കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ റോൾ നമ്പർ എഴുതണം. യു ഹാവ് ടു റൈറ്റ് റോൾ നമ്പർ ഹിയർ. സ്പെഷ്യൽ is there like Kerala PSC, and date of examination also you have to write. OMR sheet number here you have to write. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് തരും, അതുപോലെ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് നോക്കണം. When the notification announced, I will give you a detailed video regarding how to write everything. I will provide, don't worry. അതിപ്പോൾ നമുക്ക് ജസ്റ്റ് നഴ്സിംഗ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിലുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ഐ വിൽ ഡു എ വീഡിയോ. മാത്സ് ക്വസ്റ്റ്യൻസ്, റീസണിങ്, അരിത്മെറ്റിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട്, അതുപോലെ GK തന്നെയായിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾ ആദ്യം ഇത് ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ പല ഹിന്ദി, മറാഠി അങ്ങനെയുള്ള പല ഭാഷകളിലും ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഇംഗ്ലീഷ് കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. വാട്ട് ഈസ് ഗൗട്ട്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗൗട്ട് ഈസ് എ മെറ്റബോളിക് ഡിസോർഡർ. ഗൗട്ട് ഈസ് എ മെറ്റബോളിക് ഡിസോർഡർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. യു ക്യാൻ എക്സ്പെക്ട് സം മോർ ടഫ് ക്വസ്റ്റ്യൻ ഇൻ കമ്മിങ് എക്സാമിനേഷൻ. ഗൗട്ട് ഈസ് എ മെറ്റബോളിക് ഡിസോർഡർ. പ്യൂരിൻ മെറ്റബോളിസം ആണ് ഇവിടെ നടക്കുന്നത്. പ്യൂരിൻ മെറ്റബോളിസം. എൻ പ്രൊഡക്റ്റ് ഓഫ് പ്യൂരിൻ മെറ്റബോളിസം ഈസ് യൂറിക് ആസിഡ്. എൻ പ്രൊഡക്റ്റ് ഓഫ് purine metabolism is uric acid. Uric acid deposits in our joints, tendon, everywhere. So that will cause gout. Uric acid നമ്മുടെ അടിഞ്ഞു കൂടുമ്പോഴാണ് ഗൗട്ട് ഉണ്ടാകുന്നത്. So there will be severe pain, inflammation, tenderness in our joints. That is gout caused by uric acid, increased uric acid in our blood. So that is gout. Next question. Civil disobedience movement was started in the year 1930 AD. Civil disobedience movement ഇതൊരു GK എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 1930 AD. നിങ്ങൾ ആരെങ്കിലും കേരള PSC ജനറൽ എക്സാമിന്, പ്രിലിമിനറി എക്സാമിനൊക്കെ പഠിക്കുന്നവർക്ക് GKയും മാത്സും വളരെ ഈസി ആവും. അപ്പൊ അങ്ങനെയുള്ളവർ എന്തായാലും ESIC എക്സാം എഴുതുക, അല്ലാത്തവര് പഠിക്കുക. അപ്പൊ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ സാൾട്ട് സത്യാഗ്രഹ തന്നെയാണ്. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മഹാത്മാ ഗാന്ധിജി. സോ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, ദാറ്റ് ഈസ് സാൾട്ട് സത്യാഗ്രഹ അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയും. 1930 AD ഇതൊരു മാത്സ് ക്വസ്റ്റ്യൻ ആണ്. മാത്സ് ക്വസ്റ്റ്യൻ നമ്മൾ പിന്നീടാണ് പഠിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് സെയിം ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കറൻസി ഓഫ് ജപ്പാൻ ഈസ്, ഇതൊരു GK എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ കറൻസി ഓഫ് ജപ്പാൻ ഈസ് yen, പൗണ്ട്, യുവാൻ, സെസോ. അപ്പൊ കറക്റ്റ് ആൻസർ പറയുന്നത് yen ആണ്. ദ കറൻസി ഓഫ് ജപ്പാൻ ഈസ് yen. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു മാത്സ് ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ ഐ വിൽ ഗിവ് യു സെപ്പറേറ്റ്ലി. 6th also maths from the maths question. 7th, the light of which color is used to treat neonatal jaundice? The light of which color is used to treat neonatal jaundice? Correct answer is blue light. The light of which color is used to treat neonatal jaundice? Blue light ആണ്. ഫോട്ടോതെറാപ്പി കൊടുക്കുന്നത് ബ്ലൂ ലൈറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൾസോ കമ്മിങ് ഫ്രം മാത്സ്. നമ്മൾ ജസ്റ്റ് നഴ്സിംഗ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് ഹ്യൂമൻ സ്റ്റൊമക് വിച്ച് കണക്ട്സ്
or joins with the esophagus. Identify the part of human stomach which connects or joins with the esophagus. That is cardia. Cardia is the part of human stomach which connects or joins with the esophagus. Which one of the following is infectious hepatitis? Hepatitis A. Which one of the following is infectious hepatitis? Hepatitis A. JPHN എക്സാം എഴുതുന്നവരും ഈ വീഡിയോ കാണണം. അവർക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ്. കാരണം ആ ഒരു സമയത്ത് 2015 കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇന്റർനാഷണലി ദ നഴ്സിംഗ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ. കറക്റ്റ് ആൻസർ ഈസ് May 12. Internationally, the nursing day is observed on May 12. May 12 is considered as the birthday of Florence Nightingale. 1820 May 12 Florence Nightingale ജനിച്ചത്. Which one of the following vaccination is necessary for pregnant lady? Tetanus. Tetanus vaccination is necessary for pregnant lady. Next question. What is the chemical name of aspirin? Correct answer is acetyl salicylic acid. Acetyl salicylic acid is the chemical name of aspirin. Aspirin സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് to reduce the inflammation and fever. Next question. Indian Standard Time IST refers to the local time of which one of the following places in India? Correct answer is Allahabad. GK ൽ നിന്നാണ്. Indian Standard Time refers to the local time of which one of the following places in India? Allahabad. ഇതൊരു ESIC മോഡൽ എക്സാമിനും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. The first stool of neonate is called meconium. The first stool of neonate is called meconium. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16th ക്വസ്റ്റ്യൻ അതുപോലെ മാത്സിൽ നിന്നാണ്. 17th ക്വസ്റ്റ്യൻ. Which one of the following is known as poor man's meat? Pulses. Pulses is known as poor man's meat. 18th question maths നിന്നാണ്. 19th question. Which is the following test is used to detect typhoid bacillus? Correct answer is Vidal. Which one of the following test is used to detect typhoid bacillus? Vidal. VDRL സിഫിലിസിനുള്ള ടെസ്റ്റ് ആണ്. BCG വാക്സിനേഷൻ അഗൈൻസ്റ്റ് TB. VDRL സിഫിലിസ് ഉള്ള ടെസ്റ്റ് ആണ്. നെക്സ്റ്റ് തലാസെമിയ is a congenital blood disorder. Thalassemia is a congenital blood disorder ആണ്. Next question. Rice water stool is a symptom of cholera. Rice water stool is a symptom of cholera. Next question. Which of the following is a presentation graphics software? പ്രസന്റേഷൻ ഒക്കെ ചെയ്യുന്ന സോഫ്റ്റ്വെയർ. അപ്പൊ ഞാൻ പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് തന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ MS PowerPoint ആണ്. MS PowerPoint is a presentation graphics software. Next question. Who built Red Fort at Delhi? Correct answer is Shah Jahan. Shah Jahan built Red Fort at Delhi. He built Red Fort at Delhi, Shah Jahan. Next question. Wilms tumor affecting which of the following? Correct answer is kidney. Wilms tumor affects which of the following? Kidney ലാണ് affect ചെയ്യുന്നത് Wilms tumor. Next question. In a certain code, അത് maths question ആണ്. Next one. Which one of the following blood group is universal recipient? Correct answer is AB. Which one of the following blood group is universal recipient? AB. AB blood group ആണ് universal recipient. അതുപോലെ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത് O ഗ്രൂപ്പ് ആണ്. യൂണിവേഴ്സൽ ഡോണർ O ഗ്രൂപ്പ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബുലിമിയ നെർവോസ ആൻഡ് അനോറക്സിയ നെർവോസ ആർ ഈറ്റിംഗ് ഡിസോർഡർ. ഈറ്റിംഗ് ഡിസോർഡർ ആണ് ബുലിമിയ നെർവോസ ആൻഡ് അനോറക്സിയ നെർവോസ. ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സിറ്റി വിൽ ഹോസ്റ്റ് ഒളിമ്പിക്സ് ഗെയിംസ് 2020? കറക്റ്റ് ആൻസർ ഈസ് ടോക്കിയോ ആണ്. ജപ്പാനിലുള്ള ടോക്കിയോ ആണ് ഹോസ്റ്റ് സിറ്റി ഓഫ് ഒളിമ്പിക്സ് ഇൻ 2020. The general side effect of penicillin is rashes with itching. The general side effect of penicillin is rashes with itching. Snellen chart is used for measuring vision. Snellen chart is used for measuring vision. What is the largest nerve in human body? Correct answer is sciatic nerve. Sciatic nerve is the largest nerve in human body, situated base of the spine and coming backward
up to the foot. നമ്മുടെ ബേസ് ഓഫ് ദ സ്പൈനിൽ സ്ഥിതി ചെയ്യുന്നതാണ് സയാറ്റിക് നെർവ്. ദാറ്റ് ഈസ് ദ ലാർജസ്റ്റ് നെർവ് ഇൻ ഹ്യൂമൻ ബോഡി. ബേസ് ഓഫ് ദ സ്പൈനിൽ നിന്നും നമ്മുടെ കാലുകൾ, ഇരുകാലുകളുടെ പുറകിലൂടെ ഫുട്ട് വരെ നീണ്ടു നിൽക്കുന്നതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് അയൺ ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്? വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് അയൺ ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്? കാൽസ്യം. കാൽസ്യം CH+2 iron helps in blood clotting. Next question, the weight of an infant baby become twice the birth weight at the age of, correct answer is 6 months. The weight of an infant baby become twice the birth weight at the age of 6 months, triples at the age of 1 year. The weight of the baby triples at the age of 1 year and doubles 6 months. Angiography is X-ray visualization of blood vessels. Angiography is X-ray visualization of blood vessels. Next question, MMR vaccination is done for protection against measles, mumps, rubella. MMR, measles, mumps, rubella. Next two questions from maths. Which one of the following is a test for diphtheria? Correct answer is Schick test. Schick test is a test for diphtheria. When we open an internet site, we see www. What is the full form of www? Correct answer is World Wide Web. www, that is World Wide Web. This is from computer from nursing. Computer from nursing, nursing topic is computer for nurses എന്നുള്ള ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ വരും. നമ്മളത് പ്രത്യേകം ചെയ്യുന്നതായിരിക്കും. The number of chromosomes in normal human cells is 46. The number of chromosomes in normal human cell is 46. Which extension is given to Word document by default? DOC. Which extension is given to Word document by default? DOC. Next question. Who was called as the Grand Old Man of India? Correct answer is Dadabhai Naoroji. Who was called as the Grand Old Man of India? Dadabhai Naoroji. GK എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Next question, paracetamol is not given to those patients who are already suffering from liver disorder. Paracetamol is not given to those patients who are already suffering from liver disorder. Who is known as Lady with the Lamp? Correct answer is Florence Nightingale. Next question, which is the most effective method of disposal of hospital waste? That is incineration. Incineration is the most effective method of disposal of hospital waste. That is controlled burning. Incineration means controlled burning. 96% വേസ്റ്റ് മെറ്റീരിയൽ നമുക്ക് മാറ്റാൻ കഴിയും കൺട്രോൾഡ് ബേണിങ്ങിലൂടെ. 96% of waste materials we can easily remove. Next question, pointing to old man, Kunal, other from maths we will discuss later. What is the basic functional unit of kidney? Nephron. Next question, the disorder that affects the memory and cognitive function in older person is called dementia. That you know. Next question, who gave the slogan Swaraj is my birthright and I shall have it? Correct answer is Bal Gangadhar Tilak. Swaraj is my birthright and I shall have it. Who said this? Bal Gangadhar Tilak. Next question, which one of the following cancer is associated with high fat diet? Correct answer is colon cancer. Colon cancer is associated with high fat diet. Next question, insulin is not administered through oral route because it is destroyed by gastrointestinal tract. Insulin is not administered through oral route because it is destroyed by gastrointestinal tract. Next question, in which of the following states is Kakrapur nuclear power station located? Kakrapur nuclear power station located in Gujarat. Kakrapur nuclear power station located in Gujarat. Next question, green leafy vegetables are rich source of, correct answer is vitamin A. Green leafy vegetables are rich source of vitamin A. Next question, the full form of ambu bag is,
Artificial Manual Breathing Unit. The full form of AMBU bag is Artificial Manual Breathing Unit. Next question. The heartbeat rate of newborn babies is generally 120 to 140 beats per minute. The heartbeat rate of newborn babies is generally 120 to 140 beats per minute. Next question. Disulfiram is a drug used in the treatment of alcoholism. Disulfiram is a drug used in the treatment of alcoholism. All direct questions are. Fertilization process take place in fallopian tube. Fertilization process take place in fallopian tube. Hair color in humans turns white due to absence of which of the following pigments? Correct answer is melanin. Hair color in human turns white due to absence of which of the following pigments? Melanin. Next question. Identify the winners of Nobel Peace Prize in 2014. Correct answer is Kailash Satyarthi and Malala Yousafzai. Kailash Satyarthi and Malala Yousafzai are the winners of Nobel Prize for Peace in 2014. 2020 നിങ്ങൾ പഠിക്കണം. We will discuss. The state of Jammu and Kashmir was accorded special status under Article 370 of Constitution. Article 370 of Constitution removed in India on 5th August 2019. 2019 ഓഗസ്റ്റ് 5-ാം തീയതി ഈ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് എടുത്തു കളഞ്ഞു. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് തിരിച്ചു. Which one of the following is due to deficiency of vitamin D? Correct answer is rickets. Rickets is due to the deficiency of vitamin D. Next question. 18th SAARC summit was recently held in November 2014 at Kathmandu. Next question. The white lines formed in lower part of the abdomen during pregnancy are called linea nigra. Next question. In which of the following years did the Right to Information Act come into force? 2005 AD. In which of the following years did the Right to Information Act come into force? That is 2005 AD. Next question. Which one of the following is called the powerhouse of the cell? Correct answer is mitochondria. Mitochondria is called the powerhouse of the cell. Next question. The main symptom of pemphigus is large vesicles. The main symptoms of pemphigus is large vesicles. Skin condition ആണ്. So chicken pox is caused due to infection by virus. Which one of the following teeth are used for crushing and grinding of food? Molar. Molar teeth are used for crushing and grinding of food. Next question. The feeling of fetus movement by mother is known as quickening. Quickening is the feeling of fetus movement by the mother. Which one of the following is known as the great circle? Equator. Equator is known as the great circle. Next question. Who is called the Indian Napoleon? Samudragupta. Samudragupta is called the Indian Napoleon. Next question. Who is Defense Minister of India? 2014. 2014 Defense Minister Manohar Parrikar ആയിരുന്നു. Rajnath Singh is the current Defense Minister of India. Current Defense Minister Rajnath Singh or Raksha Mantri. Raksha Mantri is Rajnath Singh. So that's all about nursing topics. We discussed only nursing topics and GK. അപ്പോൾ നമുക്ക് നഴ്സിംഗ് ടോപ്പിക്സും ജി കെ എന്നും മാത്രം നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തത്. ഇനി അടുത്ത വീഡിയോയിൽ കമ്മിങ് വീഡിയോസ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാത്സും കൂടെ ചെയ്യുന്നതായിരിക്കും, റീസണിങ് മാത്സ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ and share this video to your friends. Thank you for watching.